ഇക്കഴിഞ്ഞ ആഴ്ച വളരെ കൊട്ടിഘോഷിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഈ രണ്ട് സമുദായങ്ങളും അതുപോലെ തന്നെ എല്ലാ ഹിന്ദുമതത്തിലുള്ള എല്ലാ വിവിധ ജാതി വിഭാഗങ്ങളും ഒന്നിച്ചു ചേരണമെന്നും അതിനു പുറമെ മറ്റുള്ളവരെയും കൂടി ചേർക്കണമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന, ഐക്യപ്രസ്താവന നടത്തുകയും ഞങ്ങളിതാ യോജിപ്പിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് എത്ര ദിവസത്തേക്കാണെന്ന് ഈ ചാനൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ യോജിപ്പ് എത്ര ദിവസത്തേക്കാണ്? നമ്മൾ പ്രതീക്ഷിച്ച ദിവസങ്ങൾ പോലും അത് ധരിച്ചില്ല. ഇപ്പോൾ തന്നെ അത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ദിവസങ്ങൾക്കകം തന്നെ ചർച്ചയ്ക്ക് വേണ്ടി, നിരസ്വമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ വെള്ളാപ്പള്ളി SNDP യോഗത്തിലെ അതിൻ്റെ എക്സിക്യൂട്ടീവ് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ പെരുന്നയിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് NSS ജനറൽ സെക്രട്ടറിക്ക് ബോധോദയം ഉണ്ടായത്. ഈ തുഷാർ വെള്ളാപ്പള്ളി BDJS എന്ന പാർട്ടിയുടെ ഒരു നേതാവാണ്. ഈ BDJS എന്ന പാർട്ടി NDA സഖ്യത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഒരു രാഷ്ട്രീയക്കാരനോട് ചർച്ച ചെയ്യില്ല എന്നുള്ള നിലപാട് സുകുമാരൻ നായർ സ്വീകരിക്കുകയും ഈ കാര്യങ്ങളിൽ ഇനിയും കുറേയൊക്കെ ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ഈ നീക്കം അവസാനിച്ചു. അതിനുള്ള മറുപടി പറയാനുണ്ട് എന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ആ മറുപടി എന്തായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനിടയിലാണ് ഈ ആദ്യത്തെ ചർച്ചകളൊക്കെ നടന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മവിഭൂഷൺ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ വീഡിയോ കാണുന്നത്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വല്ലവരും കാശ് കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ലേ എന്ന് അദ്ദേഹം നേരത്തെ പത്മ പുരസ്കാരങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിതമായി. ഇനി അതിൻ്റെ വല്ല എനിക്ക് കിട്ടിയില്ല അയാൾക്ക് കിട്ടിയെന്നുള്ള പ്രശ്നമാണോ സുകുമാരൻ നായർക്ക് എന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് തുടങ്ങിയ ഈ പരിപാടി അവസാനിച്ചിരിക്കുന്നു. അതായത് ഐക്യത്തിന് വേണ്ടിയുള്ള മഹാപ്രസ്ഥാനം ഇതാ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ആകെ ഉണ്ടായ ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിലാണ് ഇവർ യോജിച്ചതെന്നുള്ള, പൂർണ്ണമായി യോജിച്ചത് എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് നേരത്തെ കാണാൻ കഴിയുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ എതിർക്കുക എന്നുള്ളതിലാണ് ഇവർ നേരത്തെ, ഈ ഐക്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമായിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോടുള്ള എതിർപ്പായിരുന്നു. അതാണ് ആദ്യത്തെ ഐക്യ പ്രസ്താവനകളിലൊക്കെ തന്നെ ഇവർ രണ്ടുപേരും ആവർത്തിച്ചത്. ഐക്യത്തിൻ്റെ മറ്റ് കാര്യങ്ങളല്ല, എങ്ങനെ ഐക്യം പെടാൻ സാധിക്കും, എങ്ങനെ ഈ വിരുദ്ധ ദിശകളിൽ നിൽക്കുന്ന ഈ 2 സമുദായ സംഘടനകളുടെയും നിലപാടുകൾ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കും, ഇതൊന്നുമല്ല അവിടെ ചർച്ച നടന്നത്. അതായത് ഇനി എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇദ്ദേഹത്തെ ഇനി നമ്മുടെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ നിലപാട്. അപ്പോൾ ആ നിലപാടിൽ മാത്രമായിരുന്നു യോജിപ്പുണ്ടായിരുന്നതെന്ന് കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴിതാ വെള്ളാപ്പള്ളി സ്വന്തം നിലപാടുകളായിട്ട് ദൂതനെ അയക്കുമ്പോൾ പെരുന്നയിലെ ജനറൽ സെക്രട്ടറി ആരെയും അയക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി തന്നെ ആ ഐക്യത്തിൻ്റെ കാഹളം നിലച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള എല്ലാ സമുദായ സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാനായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികളെ അവർ സമീപിക്കും. അവരുടെ ആവശ്യത്തിന് തരാതരം അവരുടെ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളെ ക്രിസ്ത്യൻ സഭകളിലെ ബിഷപ്പുമാരുടെയും കാര്യം. അവർ തരാതരം ആവശ്യമുള്ളതുപോലെ അവരുടെ ഈ മുന്നണികളെ സമീപിക്കുകയും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് നേടിയെടുക്കുകയും ചെയ്യും. അപ്പോൾ അതിനവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരം സംഘടനകളൊക്കെ നിൽക്കുന്നത്. അവരുടേതായ ആവശ്യങ്ങളുണ്ടാവും, ആ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് നിൽക്കുന്നത്. ഇതാണോ ഈ സമുദായ സംഘടനകളുടെ ആവശ്യങ്ങളാണോ, അതോ പൊതുവെ സംസ്ഥാനത്തിനും സംസ്ഥാനത്തിലെ ജനങ്ങൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ആണോ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് തീരുമാനിക്കേണ്ടത് ഈ മുന്നണികളാണ്. ഈ 2 മുന്നണികളാണ്, LDF UDF എന്നീ 2 മുന്നണികളാണ്. കാരണം മനുഷ്യർക്ക് ആവശ്യമുള്ള പല വിഷയങ്ങളിലും ഇവർ പ്രത്യേകിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ സംഘടനകൾ, ഇപ്പോൾ നമുക്ക് 2018 ഇവിടെ വലിയൊരു പ്രളയം നടന്നു. പേരില്ലാത്ത ആളുകൾ, കോളേജ് വിദ്യാർത്ഥികൾ, കടൽ തീരങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, ഇവരെല്ലാവരും ഒന്നായിട്ട് വന്നു. മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതമാർഗമായിട്ടുള്ള അവരുടെ തോണിയും എടുത്തിട്ടാണ് വന്നത് ഈ പ്രളയത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്.
അവരെല്ലാം പരിശ്രമിച്ച് ഈ പ്രളയത്തിൽ എത്രത്തോളം നമ്മുടെ ജനങ്ങളെ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. പക്ഷേ ഈ സമുദായ സംഘടനകൾ എന്താണ് ഒന്നും ചെയ്തില്ല. അവരെ ഒന്നും ആരെയും ആ സമയത്ത് എവിടെയും കാണാനുണ്ടായിരുന്നില്ല. പിന്നീടുള്ളത് കോവിഡിൻ്റെ കയ്യിലാണ്. ആ കോവിഡ് കാലത്ത് എന്ത് സംഭവിച്ചു? കോവിഡ് കാലത്ത് ഈ പറയുന്ന ഈ മതമേധാവികളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനക്കാരെ ആരെയും കണ്ടിട്ടില്ല. അങ്ങനെ പൊതുവായ ഒരു വിഷയം വരുമ്പോൾ ഇവരാരും തന്നെ രംഗപ്രവേശനം ചെയ്യാറില്ല. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അടങ്ങി കാറ്റും കോളുമൊക്കെ കോവിഡ് മാറി പ്രളയം മാറി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആണ് ഇവരുടേതായ ആവശ്യങ്ങളുമായിട്ട് രംഗപ്രവേശനം ചെയ്യുക. ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോൾ വല്ല ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾ, അതുപോലെ ആർക്ക് കയറാൻ പാടില്ല, ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ പൊതുസമൂഹത്തിന് എത്രത്തോളം ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുസമൂഹത്തിന് എന്തെങ്കിലും ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്? പൊതുസമൂഹത്തിലെ ജനങ്ങൾക്ക് അവർക്ക് സമാധാനപരമായിട്ടും അതുപോലെ തന്നെ സുഭിക്ഷമായും ജീവിക്കാനുള്ള ഉപാധികൾ ഒരുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ജോലി. അല്ലാതെ ഈ നിലവിലില്ലാത്ത സാങ്കല്പികമായ വിഷയങ്ങളിൽ ആണ് ഇപ്പോൾ പലപ്പോഴും ഈ സമുദായ മത സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ ഉയർത്താറുള്ളത്. അത് അവരുടെ ഇത് മാത്രമായ ആവശ്യമാണെന്നും അതിനു ഉപരിയായിട്ട് ജനങ്ങളുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്നും ഈ സമുദായ നേതാക്കന്മാരുടെ അഭിപ്രായത്തിനനുസരിച്ചല്ല മുന്നണികൾ പെരുമാറേണ്ടതെന്നും ഈ രണ്ട് മുന്നണിയും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതിന് ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഐക്യപ്പെടലും ഭിന്നിപ്പും.